പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മുടെ ഉടമ്പടി അനുഭവങ്ങൾ തന്നെയാണ്. ഒരു ദിവസം മേജർ സാക്ഷ്യങ്ങൾ, മൈനർ സാക്ഷ്യങ്ങൾ ഒത്തിരിയേറെ ഉണ്ട്, നൂറുകണക്കിനുണ്ട്. പക്ഷേ മേജർ സാക്ഷ്യങ്ങൾ ഒരു 70% എബവ് ഉടമ്പടി കണ്ടൻ്റുള്ളത്. ആ സാക്ഷ്യങ്ങളാണ് നമ്മൾ മെയിൻ ഓൾട്ടറെ പറയിപ്പിക്കുന്നത്. അത് തന്നെ ഒരു ദിവസം 10-20 വരും. ഇപ്പോൾ 20 മേജർ സാക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 300-600 സാക്ഷ്യങ്ങൾ, മേജർ സാക്ഷ്യങ്ങൾ, ഫുൾ ഉടമ്പടി കണ്ടൻ്റുള്ള സാക്ഷ്യങ്ങൾ ഒരു മാസം കിട്ടും. അപ്പോൾ അതിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഏതെങ്കിലും സാക്ഷികൾ കൈകാര്യം ചെയ്ത് കാണാം. ദാറ്റ് മീൻസ് ഉടമ്പടി കൈകാര്യം ചെയ്യപ്പെടാത്ത യാതൊരു പ്രശ്നവും മനുഷ്യന് നിലനിൽക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നിശ്ചിതമായി ഉടമ്പടിയെ ജാഗ്രതയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവ മനസ്സ് ഇങ്ങനെ പൂ പോലെ വിരിയുന്നത് കണ്ടിട്ട് നിങ്ങളെങ്ങനെ അത്യാഹ്ലാദത്തോടെ വേണം സാക്ഷ്യങ്ങളിൽ സന്തോഷിക്കാൻ. സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാവപകർച്ചകളാണ്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യാശ വരും. എന്താണ്? കാലവിളംബമില്ലാതെ തന്നെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും. എപ്പോഴും വരുന്ന ഒരു വിഷയം മീൻസ് ഒരു ധ്യാന വിഷയമെന്ന് പറയുന്നത് ഈ കാലവിളംബം. ഇപ്പോൾ ഇന്ന് സുവിശേഷത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അതായത് കാലവിളംബം പ്രഖ്യാപിതമായി ദൈവത്തിൻ്റെ നയപരിപാടിയല്ല. പിന്നെ ആരാണ് കാലവിളംബം ഉണ്ടാക്കുന്നത്? ഇറ്റ് ഇസ് വി അവർ സെൽഫ്സ്. നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഉടമ്പടിക്ക് ഒരു കാലവിളംബം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് അവർ പ്രോഡക്റ്റ്, നമ്മുടെ സൃഷ്ടിയാണത്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ഈ ഉടമ്പടി ധ്യാനത്തിൽ അന്വേഷിക്കേണ്ടത്. എങ്ങനെ ടൈം ഷോർട്ട് ചെയ്യാൻ പറ്റും? ടൈം ഷോർട്ടനിങ് എന്നുള്ളത് ദൈവത്തിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. പ്രഖ്യാപിതമായ ഒരു നയപരിപാടി ഉണ്ട് ഉടമ്പടിക്ക്. അതിൻ്റെ അകത്ത് ഒന്നാണ് റിസൾട്ടാണ് ടൈം ഷോർട്ടനിങ്. അത് സമയച്ചുരുക്കം. പക്ഷേ സമയച്ചുരുക്കം ചില ആൾക്കാർക്ക് സംഭവിക്കണില്ല എങ്കിൽ ബൈബിൾ പറയും ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. നിങ്ങളുടെ ഒരു വിഷയമാണ് അതെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ എന്ത് വിഷയമാണ്? ഇപ്പോൾ നമ്മൾ 2 പത്രോസിൻ്റെ 3:8 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 പത്രോസ് 3:8-9 തിരുവചനങ്ങൾ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പം കാലവിളംബം ഒന്നൊരു വായിച്ചേ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. വാഗ്ദാനം പാലിക്കുന്നതിൽ ഒരു ഹെവൻലി കർത്താവിൻ്റെ ഒരു സ്റ്റാൻഡിങ് പോളിസി എന്ന രീതിയിൽ ഒരിക്കലും താമസം വരുത്തത്തില്ല. എന്തിനു വരുത്തണം? നിങ്ങളുടെ കണ്ണീരിൻ്റെ കാര്യങ്ങൾക്ക് ദൈവം താമസം വരുത്തുമ്പോൾ ദൈവം ഒരു സാഡിസ്റ്റായിട്ട് വരത്തില്ലേ? ദൈവം സാഡിസ്റ്റല്ലല്ലോ. ദൈവം സാഡിസ്റ്റൽ എന്നല്ലെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജീവൻ പോലെ, നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ വരെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവനോട് കൂടെ സമസ്തവും നമുക്ക് നൽകപ്പെടുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പോൾ അത് ദാനമാണ്, അത് മെറിറ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഗ്രേസാണ്. ദൈവത്തിൻ്റെ പുത്രൻ്റെ കൂടെ പുത്രനെ പോലും ഒഴിവാക്കാതെ. അപ്പോൾ റോമ 8:32 മഹാവചനമാണ്.
നമുക്ക് എല്ലാവർക്കും വേണ്ടി, അപ്പോൾ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ക്ലിയർ അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിനെ ദൈവം നൽകിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് എല്ലാവർക്കും വേണ്ടി. കൈയടിച്ച് കർത്താവ് മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയും. സന്തോഷത്തിൽ ഒരിക്കൽ കൂടി പാടുക. ഇത്ര നല്ല ദൈവത്തോട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ധ്യാനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പാട്ടുകൾ കേൾക്കും, നമ്മൾ പ്രാർത്ഥന പാടും, വചനം പ്രഖ്യാപിക്കും. ഇതെപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ അതിശക്തമായി അഭിഷേകം നൽകാനുള്ള ഓരോ ജനലും വാതിലുമൊക്കെ നമ്മൾ തുറന്നിടുകയാണ്. അപ്പോഴും നിങ്ങൾ അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ല ചൂടാണല്ല ശോധപ്പതിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കുകയാണ്. ഏത് സമയത്തും അഭിഷേകം സംഭവിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഈ സമയത്തൊക്കെ അച്ഛനിലൂടെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥന ചോദിക്കണം, കർത്താവേ ദൈവസ്നേഹത്താൽ നിറക്കണമേ കർത്താവേ, വിശ്വാസത്താൽ നിറക്കണമേ കർത്താവേ, വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തണമേ കർത്താവേ. അങ്ങനെ തീഷ്ണതയോടെ ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ ദൈവസ്നേഹത്താൽ നിറക്കണമേ കർത്താവേ, കർത്താവ് വിശ്വാസത്തെ നിറക്കണമേ കർത്താവേ, വിശ്വാസത്തോടെ സ്ഥിരപ്പെടുത്തണമേ കർത്താവേ, എന്നെ ആത്മാവിനെ അഭിഷേകിക്കണമേ കർത്താവേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ആരാധനയുടെ യോഗ്യതയാൽ വർദ്ധമാനമാക്കുവാൻ ഉപയാകണമേ. സന്തോഷത്തോടെ ദൈവത്തിന് തോന്നണം. നമ്മുടെ ആരാധനയൊക്കെ കാണുമ്പോൾ ഇതൊരു മെക്കാനിക്കല്ല, ഇതൊരു അനോയിൻറ്റിങ് ആണെന്ന് തോന്നണം. രണ്ട് ഫോർമാറ്റിൽ നമുക്ക് ആരാധിക്കാം. മെക്കാനിക്കലായിട്ട് ആരാധിക്കാം. എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു, ഞാൻ തത്തമെന്ന് പറയുന്നു, നിങ്ങൾ പൂച്ച എന്ന് പറയുന്നു, അങ്ങനെ പറയാൻ നമുക്ക് അത് മെക്കാനിക്കലാണ്. മറിച്ച് നിങ്ങളുടെ ഈ ആന്തരികമായ ഒരു ത്രൈവ്, ആന്തരികമായ ഒരു ചോദനയിൽ നിങ്ങൾ സ്വയം പ്രേരിതരായി ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനെന്നുള്ള ബോധ്യത്തോടു കൂടി എൻ്റെ എല്ലാ കഷ്ടനഷ്ടങ്ങളെയും കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോടും കുറിച്ചോടും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിൽ ഭാഗമാക്കാൻ വേണ്ടി കർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആന്തരിക ബോധ്യത്തോടെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്നു. മഹത്വം മഹത്വം. അപ്പോൾ ഈ സ്തുതിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ മോര് കടയത്തില്ലേ, ഈ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ ഒരു കടച്ച പോലെയാണ്. കടച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെണ്ണ ഇങ്ങനെ പൊന്തി വരും അല്ലേ? അതുപോലെ സ്തുതിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വന്തമായിട്ടാണ് സ്തുതിക്കണത് എങ്കിൽ ആദ്യമൊക്കെ ചില സമയത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ മുൻകൈയൊക്കെ ഉണ്ടാകും. പിന്നീട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു അഭിരുചി ഒരു അഭിനിവേശം ആന്തരികമായി നമുക്ക് തോന്നും. ദൈവസ്നേഹം അതപ്പോഴ് ദൈവസ്നേഹം നിറഞ്ഞു കാണും. അപ്പോഴേ അതാണ് ഈ സ്തുതിപ്പിൻ്റെ അകത്ത് വെണ്ണായിട്ട് പൊന്തണ എന്താണ്? ദൈവസ്നേഹമാണ്. സ്തുതിപ്പിൽ ദൈവസ്നേഹത്തോടെയാണ് നീ സ്തുതിക്കണത്, ദൈവസ്നേഹത്തോടെയാണ് നീ പ്രാർത്ഥിക്കണത്, ദൈവസ്നേഹത്തോടെയാണ് നീ വിശ്വസിക്കണത് എന്ന് നിനക്ക് തോന്നുന്ന സമയത്ത്
ഈ അഭിഷേകം ഉണ്ടാകും. അഭിഷേകം ഉണ്ടായിട്ട് എന്താണെന്നറിയാമോ? ആന്തരിക ബോധ്യമാണ്. ആന്തരിക ബോധ്യം എന്താണ്? എന്തെല്ലാം ക്ലേശങ്ങളിലൂടെയാണ് നീ പോണതെങ്കിലും നിൻ്റെ ഉള്ളിൽ, നിൻ്റെ മനസ്സിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വിഷയം ഞാൻ അതിജീവിക്കും, ഈ വിഷയത്തിന് കർത്താവിന് തീരുമാനമുണ്ട്, ഈ വിഷയത്തിൽ എൻ്റെ കർത്താവ് എന്നെ ജയിപ്പിക്കും, ഈ വിഷയത്തിൽ ഞാൻ വീണു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല എന്നുള്ള ആന്തരികമായി. അതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടില്ലേ, ഐസയ്യാ 43:18 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യാ 43:18 കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പറഞ്ഞേ, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. എന്ന് പറഞ്ഞ അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. അപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന നന്മകളെ കുറിച്ച് നമുക്കൊരു മുന്നറിവ് കിട്ടുമെന്നാണ് പറയണത്. ഇതാണ് ദൈവാനുഭവത്തിൻ്റെ ഒരു പണി. അത് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്നെ എലിസബത്ത് ബെന്നി കൊട്ടുവള്ളി, എറണാകുളം സൈഡാണ് തോന്നുന്നത്, കൊട്ടുവള്ളി വടക്കം പറവൂര്. അപ്പോൾ എലിസബത്ത് ബെന്നി കൊട്ടുവള്ളി അതെനിക്കിഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. അവരുടെ സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എന്നറിയാമോ? അവരുടെ ഉപജീവന മാർഗമെന്ന് പറയുന്നത് പപ്പടം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾക്കറിയാവില്ല, ഒരു പപ്പടം ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. കുറേ ആ വട്ടത്തിലുള്ള പപ്പടം ആക്കിയെടുക്കണതിന് ഒരു പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന പൈസയേക്കാളും നമ്മളൊരു 50 ഇരട്ടി അധ്വാനം അതിനകത്ത് കൊടുക്കണം. അത് ഒരു പക്ഷേ ഏറ്റവും ഒരു സങ്കടം പിടിച്ചൊരു ജോലിയാണിത്. മറ്റു നമ്മൾ വേറെ കൂടെയൊക്കെ ഒട്ടിക്കണ കുഞ്ഞുമണിയൊക്കെ ഉണ്ടല്ലോ, അത്തരം കുഞ്ഞുമണികൾ എളുപ്പമല്ല. ഇത് നല്ല പാടുള്ള പണിയാണ്. ഇത് ഒട്ടിക്കണ ജോലിയാണ് അവർക്ക്, അവരുടെ ജീവിതമാർഗ്ഗമാണത്, പപ്പടം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഭർത്താവിന് ജോലിയുണ്ട്, അത് ഈ നാട്ടിലുള്ള ജോലിയാണ് ഉള്ളത്. പക്ഷേ ഒരു പ്രാവശ്യം കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവിന് മൂത്രത്തിൽ കിഡ്നിയിൽ കല്ല് വന്നപ്പോൾ ഭയങ്കര വേദന വന്ന് അവർ ഡോക്ടറിനെ കൊണ്ട് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി മാക്സിമം പോയിരിക്കുകയാണ്, അതിൻ്റെ അകത്ത് നിറച്ച് കല്ലാണ്, അപ്പോൾ അതെടുത്ത് കളയണം മൊത്തം, പിന്നെ ഒരു കിഡ്നിയേ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ അകത്തൊരു കല്ല് വന്ന് ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കിഡ്നി എടുത്ത് കളഞ്ഞു. നോക്കി, ഒരു കുടുംബത്തിൽ വരുമാനം ഉണ്ടാകുന്നത് ആളിന് അതിൻ്റെ കിഡ്നി പറഞ്ഞ് എടുത്ത് കളഞ്ഞു. ഇനി എന്താ പ്രശ്നം? ഇനി ഡയറ്റാണ്, പണ്ടാര ഡയറ്റായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കല്ല് കൂടെ ഒരു കിഡ്നി എടുത്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ അടുത്ത കിഡ്നിയിൽ നിന്ന് ആ കല്ല് മാത്രം എടുത്ത് എന്തോ കീഹോൾ ചെയ്ത് അതും കളഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇനിയുള്ള സമയമൊക്കെ വളരെ സൂക്ഷിക്കണം, ഭക്ഷണം, ഉറക്കം, പ്രഷർ ഉണ്ടാകരുത്, ക്രിയാറ്റിൻ കൂടരുത്, കുറേ നിബന്ധനകളൊക്കെ പറഞ്ഞു. ഈ പപ്പടക്കാരത്തിയോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ഇരുന്നുരുകി മെഴുകുതിരി പോലെ തീർന്നു പോവുകയുള്ളൂ. ഈ മനുഷ്യരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു കാര്യം നടന്നില്ലെന്ന് പറഞ്ഞ് മോന്തം കയറ്റി നടക്കരുത്. അതാണ്, ഇത്തരം മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിക്കുന്നുണ്ടേ. നിങ്ങളിങ്ങനെ എന്ന് വെച്ചാൽ അയ്യോ അത് നടന്നില്ല, വിസ വന്നില്ല, പറമ്പ് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാര്യം ആനക്കാര്യമാണെന്ന് കർത്താവിൻ്റെ അടുത്ത് മുമ്പിൽ ഈ പന്നിയുടെ മോന്ത കാണിക്കരുത്. അടി പാർസൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതായത് അപ്പോൾ ഈ ചേച്ചി വന്നിട്ട് ഉടനെ ഉടമ്പടി എടുത്ത്, കാര്യം ഇനിയും നിലനിൽപ്പിലില്ല. ഉടമ്പടി എടുക്കാൻ കാരണമുണ്ട്, വെറുതെ ഉടമ്പടി എടുത്ത എല്ലാവരെയും. ഈ കിഡ്നി പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ദിവസം ഈ ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ ബെന്നി പറഞ്ഞു ഇടൂ എനിക്കൊരു ഞാൻ അണക്കണല്ലാടോ, എനിക്ക് ശ്വാസം മുട്ടണമല്ലാടോ എന്ന് പറഞ്ഞ്. എനിക്കെന്നിട്ട് ഒരു കിഡ്നി പോയി, മറ്റേ ഡയറ്റ്, ഇനിയിപ്പോൾ ഇയാളെന്താ പറയണത്? ശ്വാസം മുട്ടുന്ന. അതായത് 2 കുഞ്ഞുങ്ങളെ പോയിട്ടുള്ള തള്ള ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ പ്രഷർ അടിച്ച് നമ്മൾ വീണു പോകും. അപ്പോൾ ഈ ചേച്ചി പറയും സാരമില്ല, നമുക്ക് നാളെ ആശുപത്രിയിൽ പോകാം. അപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ആൻജിയോഗ്രാം ചെയ്യണം, പിന്നെ TMD ഒക്കെ എന്താണ് ഒരു മെഷീനൊക്കെ കയറ്റി ഓടിക്കത്തില്ലേ, TMD അതൊക്കെ ചെയ്ത് പിന്നെ ആദ്യമായി തന്നെ ഇവർ ECG ഒക്കെ എടുത്തു, അപ്പോൾ കുഴപ്പമായിരുന്നു. പിന്നെ TMD എടുത്തു, അപ്പോൾ കുഴപ്പമായി. പിന്നെ അവരെ സ്കാൻ ചെയ്ത് അപ്പോൾ പറഞ്ഞു 4 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. 4 ബ്ലോക്ക്. ഈ മനുഷ്യന് കിഡ്നി ഇല്ലാത്തൊരു മനുഷ്യന് 4 ബ്ലോക്ക്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? പിന്നെ ഒരു കാർഡിയോളജിസ്റ്റ് അടുത്ത് പോയപ്പോൾ കാർഡിയോളജിസ്റ്റ് അടുത്ത് പോകുന്നതിന് മുമ്പ് ഈ ചേട്ടത്തി വന്ന് ഉടമ്പടി ചെയ്യും. ആ ഉടമ്പടി ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടില്ലേ നിങ്ങൾ? 4 ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്ന സമയത്താണ് ഈ അനുദിന ജീവിതത്തിൽ പപ്പടം വിറ്റ് ഭർത്താവിന് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റണില്ല, പപ്പടം വിറ്റ് മാത്രം പപ്പടം ഉണ്ടാക്കി വിറ്റിട്ട് പിന്നെ ബാക്കിയുള്ള സമയത്ത് ആശുപത്രി കൊണ്ടുപോകും, ഡോക്ടറിനൊക്കെ കാണിക്കും, ഇങ്ങനെ ജീവിക്കുകയാണ്. ഇതിന് ഉടമ്പടി ചെയ്തപ്പോൾ
ഇവർക്ക് ഒരു ഉറപ്പായി. ഉടമ്പടി ചെയ്ത് മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടപ്പോൾ തന്നെ ഞാനീ പറഞ്ഞ പോലെ സംഭവം നടന്ന് എന്താണ്, ഈ വിഷയം അമ്മ ഏറ്റെടുക്കുവന്ന് അമ്മ ഒരു നോട്ട് കൊടുത്തു അവൾക്ക്. അപ്പോൾ ഒരു ധൈര്യം കിട്ടി. കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊക്കെ അപൂർവമാണ്, അവർക്ക് സഹായിക്കാൻ പറ്റിയ കണ്ടീഷൻസ് അല്ല. ഈ കിഡ്നി എടുത്തപ്പോൾ തന്നെ 3 ലക്ഷം രൂപ പോയി. അതിൻ്റെ കട ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഹാർട്ടും പോയിരിക്കുന്നത്. അതിനിടയ്ക്കാണ് വന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അമ്മ ഒരു തോണ്ടിയിട്ടുണ്ട് എവിടെയോ ഉള്ളിൽ. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി അമ്മ ഇത് എവിടെയെങ്കിലും കൊണ്ടേ കെട്ടുമെന്ന് മനസ്സിലായി. അത് ആന്തരികമായ ബോധ്യമുണ്ട്. അതാണ് ഈ വചനം പറയണത്. എന്താണ്? ഒരു പുതിയ കാര്യം പറഞ്ഞ വായിച്ചോളൂ. ശ്രുതികടെ ഹല്ലേലൂയ. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ നമ്മൾക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളൊരു നിലനിൽപ്പിന് ഇപ്പം നിങ്ങൾ എന്ത് വിഷയമായാലും ഉടമ്പടിയിൽ വരുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഇത് പകുതി മുക്കാലും നോട്ട് ബൈ മെറിറ്റിലേ വരത്തുള്ളൂ. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ യോഗ്യതയിലും അത് കോമൺ സെൻസിലും റീസണബിളായിട്ട് ഒന്നും വരത്തില്ല. റീസണബിളായിട്ട് നടക്കാത്ത ചില കാര്യങ്ങളാണ് ഉടമ്പടിയിൽ വരണത്. ഇപ്പോൾ തന്നെ ഇന്നലത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ മാൾട്ടായുടെ ഉടമ്പടിയാണ്, മാൾട്ടായുടെ വിസയാണ്. പക്ഷേ പൈസയൊക്കെ കൊടുത്തു, പിന്നെ പൈസ തിരിച്ച് വാങ്ങിച്ച്. പൈസ കൊടുത്തപ്പോൾ പിന്നെ അത് മനസ്സിലായി വെട്ടിപ്പാണെന്ന് പറഞ്ഞ് ഇവർക്ക് ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് തല കയറ്റി പ്രാന്ത് പിടിപ്പിച്ച് അവസാനം പൈസയെങ്കിലും തല ഊരിയെടുക്കാൻ വേണ്ടി പിടിച്ച് മേടിച്ചവർ ഏജൻറ്റിക്ക് എന്ന് പിടിച്ച് മേടിച്ച് ഏജൻറ്റ് പൈസ തിരിച്ച് കൊടുക്കുകയും ചെയ്ത്. പക്ഷേ ഉടമ്പടി കിടപ്പുണ്ടായിരുന്നു. ഈ ചിലർക്ക് പറയുന്ന ഒരു അബദ്ധം അറിയാമോ? ഉടമ്പടി ഇടുകയും ചെയ്യും, നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും. അവിടെയാണ് കുഴപ്പം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയത്തിന് ദൈവദത്തമായ ഒരു മറുപടി കിട്ടുന്നവരെ മനുഷ്യന്മാരുടെ മറുപടികൾ തേടിയെടുത്താൽ നിങ്ങൾ ഉടമ്പടി സെൽഫ് ബ്രേക്കാകും. ഉടനെ തന്നെ സെൽഫ് ഗോൾ അടിക്കത്തില്ലേ? ചില ആൾക്കാർ അവിടെ പോസ്റ്റ് തന്നെ ഗോൾ അടിക്കത്തില്ലേ? എന്നിട്ട് ശത്രുക്കൾക്ക് എന്ത് പോയിന്റ് കൊടുക്കത്തില്ലേ? അതുപോലെ നിങ്ങൾ ഉടമ്പടി ഇരിക്കുമ്പോൾ വഴിയെ പോണവരൊക്കെ പറയണതൊക്കെ കേട്ട് നിങ്ങൾ മനസ്സ് ചാഞ്ചല്യത്തോടു കൂടി ഏതെങ്കിലും പെരുമാറിയാൽ ഉടമ്പടി ബ്രേക്കാകും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ വിശ്വസ്തതക്കുറവ് കാണിച്ചാലും ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തിൽ വിശ്വസ്തതക്കുറവില്ല. അതാണ് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ ടെക്തപ്പെടപ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഒന്നിനും പറഞ്ഞേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഏകപക്ഷീയമായി നമ്മൾ വിഡ്രോ ചെയ്താലും ഉടമ്പടി നിലവിലുണ്ടാകും അവിടെ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണ്? അത് 2 തിമോത്തി 2:13 നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഈ അവിശ്വസ്തത അങ്ങനെ വന്നത് എങ്ങനെയാണ്? ഈ മാൾട്ടാക്കാരത്തേക്ക് എങ്ങനെ അവിശ്വസ്തത വന്നത്? ആരുടെയൊക്കെ കാര്യം പറഞ്ഞു? മാൾട്ടായിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അവിടെ ഇപ്പോഴും ഏജന്റുമാർ പറ്റിക്കുന്നുണ്ട്, അക്കോമഡേഷൻ ഇല്ല, ഭക്ഷണമില്ല, അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ജോലി കിട്ടില്ലെന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭ്രാന്ത് പിടിപ്പിച്ചു. ഈ പ്രാർത്ഥിക്കാത്തവരെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും നമുക്ക്. ഉടമ്പടിയിലുള്ള ഞങ്ങൾ എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ നിങ്ങളെ പ്രെയർ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത്? നിങ്ങൾ പ്രെയർ ലൈഫിലല്ലെങ്കിൽ നിങ്ങൾ സാധാരണ സെക്കുലർ പേഴ്സണാണ്. സെക്കുലർ പേഴ്സണെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ക്രൂ ചെയ്താൽ മതി. ഇങ്ങനെയുള്ള കുറേ നുണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ വിഷമിച്ചിട്ട് അയ്യോ കാശും പോയില്ല എന്ന് പറയും. അങ്ങനെ ഇവർ കാശ് തിരിച്ച് മേടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ഏജൻറ്റ് വിളിച്ചു. ഏജൻറ്റിനുമായിട്ട് തന്തക്കൊക്കെ വിളിച്ചാണ് കാശ് മേടിച്ചിരിക്കണം. അറിയാമോ? മനസ്സിലായില്ലേ? വെറുതെ കാശ് കിട്ടത്തില്ല. അയാളെ സർവീസ് ചാർജ് പോലും എടുപ്പിക്കാതെ അയാളെ കൊണ്ട് കുഴത്തിൽ പിടിച്ചാൽ കാശ് വാങ്ങിച്ചവരെ. ഇപ്പം എന്നാ പറ്റിയിരിക്കണത്? കർത്താവ് നമ്മൾ അവിശ്വസ്തരായി, നാട്ടുകാർ പറഞ്ഞ കേട്ട് കാശ് വാങ്ങിച്ചു, ഉടമ്പടിയൊക്കെ മറന്നുപോയി. ഉടമ്പടി നിങ്ങൾ മറക്കണ കൊണ്ടാണല്ലോ നാട്ടുകാർ പറഞ്ഞിട്ട് കാശ് മേടിക്കണേ. ഉടമ്പടി നിങ്ങൾ മറക്കുന്ന കൊണ്ടാണ് നാട്ടുകാർ പറയുമ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ അവിടേക്ക് കാശ് വാങ്ങിക്കണത്. കാശ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ റെഡിയായി. മാൾട്ടായിലെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞതാണ്. ഇവിടെ ജോലി റെഡിയായി. ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു അത് ഓക്കെ ആയെന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി പോകാമെന്ന് പറയും. ഇപ്പം എന്നാ പറ്റി? അവർ തിരിച്ചു വന്ന് ഇപ്പം കയറി പോകുകയാണ്. അതെല്ലാം അതായത് നമ്മളെ ഒരു കാര്യം
അവിശ്വസ്തത കാണിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? വലിയ പ്രശ്നങ്ങൾ. ഉടമ്പടി ഇരുന്നതിന് ശേഷം നമ്മളിങ്ങനെ പഴയ ഉടമ്പടി എടുക്കാത്തതായിട്ടുള്ള രീതി ജീവിച്ചിട്ട് നാട്ടുകാർ പറയണ കേട്ടിട്ട് നമ്മൾ ചാഞ്ചലചിത്തരായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ അവിശ്വസ്തത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമല്ലോ. അവിശ്വസ്തത ഉണ്ടായാൽ ബ്രാൻഡഡാണ്, ഇൻഫിഡലിറ്റി ബ്രാൻഡഡാണ്, ഇൻഫിഡലിറ്റി ബ്രാൻഡഡാണ്. അപ്പോൾ നീ നാളെ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും ദൈവം അംഗീകരിക്കത്തില്ല. ദൈവത്തിൻ്റെ ജോലി ചെയ്ത് മാറ്റി. പക്ഷേ നീ എന്ത് ചെയ്ത്? ബ്രാൻഡഡായി. എന്താണ്? ഇൻഫിഡലായി, അവിശ്വസ്തതയായി. അവിശ്വസ്തത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിത്യത വരെ ബാധിക്കുന്ന ഭയങ്കരമായൊരു ചതിക്കുഴിയാണ്. നിത്യത വരെ ഈ ആത്മാവ് ഇൻഫിഡലാണ്, ബ്രാൻഡഡാണ്. ഇൻഫിഡൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വ്യഭിചാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിശ്വസ്തർ, പിന്നെ തീത്തടാകം എന്നൊക്കെയാണ് പറയണത്. ടേക്ക് ഇവിടെ പഠിച്ചിരിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന മരണം. വെളിപാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഒറ്റ നടക്ക് പോകത്തില്ലെന്ന്. ഡെഡ് ബോഡിയാണെന്നാണ് പറയണത്. ഈ പിശാസിനെ ഡെഡ് ബോഡി എന്നാണ് പറയണത്. ദൈവത്തിൻ്റെ തിരുസേന വന്നിട്ട് അവളുടെ നാട്ടിൽ ഉള്ള പോക്രിത്തരം കാണിച്ചതാണ്. പണി കിട്ടിയ കണ്ടില്ലേ? നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണത്. ഭീരുക്കളെന്നാണ് പറയണത്. അതായത് ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഇവർ സെൽഫായിട്ട് വിഡ്രോ ചെയ്യും, അതിൽ നിന്ന് മാറിയിട്ട് നാട്ടുകാരുടെ വർത്തമാനം കേൾക്കും. അതിൻ്റെ കാര്യം അവരെ വിളിക്കണത് ഭീരുക്കൾ. അവരെ ബ്രാൻഡ് ചെയ്യണത് എങ്ങനെ? അവരുടെ കൂടെ ആ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആരാണെന്ന് അറിയാവാ? ഒന്ന് വായിച്ച്. ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. അപ്പം ദൈവം വിശ്വസ്തനായിക്കൊണ്ട് ദൈവം ഉടമ്പടി പാലിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വിഷയമില്ലേ, ദൈവത്തിനെ അവിശ്വസിക്കുകയും അവിശ്വസ്ത കാണിച്ചുകൊണ്ട് ലോകത്തിന് ദൈവത്തേക്കാൾ കൊണ്ട് അനുസരിച്ചില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കറിയാം, ഈ അനുതാപവും കാലവിളംബവും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. അനുതാപവും കാലവിളംബവും. ഇപ്പോൾ നിങ്ങൾക്ക് കാലവിളംബം വരുന്നെന്ന് കാണുന്നില്ലേ? കാലവിളംബം വരുന്നത് എന്തുകൊണ്ടാണ്? 2 പത്രോസിൻ്റെ 3:8 പറഞ്ഞ എന്താണ്? കാലവിളംബം ദൈവത്തിൻ്റെ പദ്ധതിയല്ല. പിന്നെ എന്താണ്? നിങ്ങൾ അനുതപിക്കാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ദീർഘക്ഷമയാണെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കാര്യത്തിന് കാലവിളംബം വരുന്നുണ്ടെങ്കിൽ ഇപ്സോഫാത്തോ അതിനർത്ഥം എന്താണ്? ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു വെച്ചാൽ അർത്ഥം എന്താണ്? ആരും നശിച്ചു പോകാതിരിക്കണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 3:9 വായിച്ചോളൂ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ. എന്താ പറയണത്? ആരും നശിച്ചു പോകാതെ. ഇത് നിത്യതയുടെ കാര്യമാണ് ഈ പറയണത്, അല്ല നിങ്ങൾ കാറിടിച്ച് ചാകണ കാര്യമല്ല പറയണത്. ആരും നശിച്ചു പോകാതെ. കാര്യം ഇവിടുന്ന് IELTS പാസ്സായാലും നിത്യത കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 10 മക്കളെ നിങ്ങൾ പറ്റുമെന്ന് വിചാരിച്ചു, മക്കളിലായിരുന്നു ഉടമ്പടി എടുത്ത് 10 പറ്റുമെന്ന് വിചാരിച്ചു. യേശുവേ സ്വത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞാലും ഈ 10 മക്കളും അമ്മയും കൂടി നിറയത്തിൽ പോയാലും എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. നിങ്ങൾ കിട്ടുന്ന ഭൗതിക ആനുകൂല്യത്തിൻ്റെ പേര് ദൈവത്തെ നിങ്ങൾ അളക്കരുത്. മറിച്ച് എന്താ സംഭവിക്കണത്? ഇതിൻ്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിമുണ്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, പക്ഷേ ദൈവത്തിന് വേറെ ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യമല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഭൗതിക ആനുകൂല്യങ്ങളാകുന്ന അനുഗ്രഹങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്തെല്ലാം കൈപ്പറ്റിയാലും ലോകം മുഴുവൻ നേടിയാലും 16 എടുത്ത് മത്തായി 16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ലോകം മുഴുവൻ നേടിയാലും. വായിച്ചോളൂ. മത്തായി 16:26. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും പറഞ്ഞേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ബൈബിളിന്റെ നിലപാട് ഇതാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ ഇല്ലയോ? രണ്ട് തരത്തിലുള്ള പ്രയോജനമാണ് ദൈവം. നിങ്ങൾ അതായത് ഇറ്റ് യൂസ്ഫുൾ ഓർ നോട്ട്. നമ്മൾ പറയും ഇറ്റ് ഈസ് യൂസ്ഫുൾ. നിങ്ങളുടെ സ്ഥലം വിറ്റു, അപ്പോൾ യൂസ്ഫുള്ളായി. നിങ്ങളുടെ ജപ്തി ഒഴിഞ്ഞു പോയി, യൂസ്ഫുള്ളായി. കാനഡ PR കിട്ടി, യൂസ്ഫുള്ളായി. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു, പീസ്ഫുള്ളായി. നിങ്ങൾ വീട് വെച്ചു, അത് തന്നെ യൂസ്ഫുള്ളായി. പക്ഷേ ദൈവം പറയും ഇറ്റ് ഈസ് യൂസ്ലെസ് എന്ന് പറയും. ദൈവം എന്താണ്? നിങ്ങൾ കല്യാണം കഴിച്ചാലും മക്കളുണ്ടായാലും സ്ഥലം മേടിച്ചാലും ജോലി കിട്ടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഇറ്റ് ഈസ് യൂസ്ലെസ്. അപ്പം നമ്മൾ യൂസ്ഫുൾ ആണെന്ന് പറയുന്ന കാര്യം ദൈവം യൂസ്ലെസ് എന്ന് പറയും. എന്താ കാര്യം? അതുകൊണ്ട് നിത്യത ഒരു മനുഷ്യൻ്റെ ഉടമ്പടി പാക്കേജിലുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താ കാര്യം? ദൈവം എന്തുകൊണ്ടാണ് കാലവിളംബം വരുത്തുന്നത്? എന്തുകൊണ്ടാണ്? അത് ദൈവം ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയുള്ളത്? കാത്തിരിക്കണം. ദൈവം കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് താമസിക്കണതല്ല പ്രശ്നം. അല്ല നിങ്ങൾ പറയാം അവിടെ എന്ത് നോൻപാണ് അവർക്ക്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ ഡിപ്ലോമസി ഇല്ല, അംബാസഡറിനെ തിരിച്ചു വിളിച്ചു. അതൊക്കെ നിങ്ങൾ പറഞ്ഞ ഭൗതിക കാര്യങ്ങളാണെന്ന്. ദൈവത്തിൽ ഇതൊന്നും പ്രശ്നമല്ല. ഏത് ഡിപ്ലോമസി ഇല്ലെങ്കിലും ദൈവം നിൻ്റെ ചീട്ടെടുത്താണുള്ളത്. അത് ഗവൺമെൻറ്റുകൾക്ക് അതീതമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല കാര്യങ്ങൾ. ദൈവം എന്തുകൊണ്ട് കാലവിളംബം വരുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ആരും ഇതെല്ലാം നേടിയിട്ടും ആരും നശിച്ചു പോകരുത്, നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടുന്ന് ദീർഘക്ഷമ വരുത്തും. എന്നുവെച്ചാൽ ക്ഷമ തന്നെ ദീർഘക്ഷമ. ക്ഷമിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ക്ഷമ 1-ാം ഘട്ടം, ക്ഷമ 2-ാം ഘട്ടം, ക്ഷമ 3-ാം ഘട്ടം, ക്ഷമ 4-ാം ഘട്ടം, ക്ഷമ 5-ാം ഘട്ടം. എന്തിനാണ് ക്ഷമിക്കണത്? നിങ്ങളുടെ തിന്മയിൽ നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ക്ഷമിക്കണത്. മനസ്സിലായില്ലേ? ദീർഘക്ഷമയുടെ ഉദ്ദേശം എന്തിനാണ്? ടേക്ക് ദ റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 3:9. ആരും നശിച്ചു പോകാതെ, പറഞ്ഞോളൂ, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ദൈവം നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ് ഈ കാലം ഇങ്ങനെ ദീർഘിച്ചുകൊണ്ട് പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാൻ താമസിച്ചു, രോഗം സൗഖ്യമാകാൻ താമസിച്ചു, കുഞ്ഞ് ഉണ്ടാകാൻ താമസിച്ചു എന്ന് വെച്ചാൽ അത് ടെക്നിക്കൽ പ്രോബ്ലം അല്ല, മറിച്ച് സ്പിരിച്വൽ പ്രോബ്ലമാണ്. എന്താണ്? ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. എന്തിനാണ് ദീർഘക്ഷമ കാണിക്കണത്? ആരും നശിച്ചു പോകാതെ നിങ്ങളെ അനുദപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കണത്. അനുദപിക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 2015 അമ്മ ഉടമ്പടി തരുമ്പോൾ ഫസ്റ്റ് വേർഡ് എന്താണെന്ന് അറിയാമോ? അനുസരിച്ചാൽ അവർ അനുഗ്രഹം ഐശ്വര്യം പ്രാപിക്കും. ഐശയ്യ 1:19. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഐശയ്യ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പോൾ അനുസരണം എന്നാ വിളിക്കണത്. അനുതാപത്തിന് വിളിക്കണ പേര് അനുതാപം എന്നല്ല, എന്താ ഒബീഡിയൻസ് എന്നാണ് വിളിക്കണത്. ഫെയ്ത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഒബീഡിയൻസ് ആണ്. ഫെയ്ത്തിന് അനുസരണം എന്നാണ് വിളിക്കുന്നത് ബൈബിള്. കണ്ടൻറ്റ് വൈസ് അതാണ്. അപ്പോഴേ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ഒരു മനുഷ്യൻ കാണപ്പെടാത്ത ലഭിക്കുമോ എന്നുള്ള പ്രത്യാശയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതാണ് ഫെയ്ത്ത്. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം വചനത്തിലാണ്. പക്ഷേ വചനത്തിലുള്ള എന്ത് വിശ്വാസമാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ അനുസരിക്കുന്ന വിശ്വാസമാണ്. ഫെയ്ത്ത് ഈസ് ഒബീഡിയൻസ്. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അനുസരണമാണ്. അല്ല നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് ലിപ് സർവീസായിട്ട് മാറുകയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സ്ഥാനമില്ലാതിരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവിശ്വാസികളായിട്ടാണ് തുടരുന്നത്. അവിശ്വാസികളോട് ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്? ദൈവം ചേർക്കട്ടെ, നിങ്ങൾ നശിച്ചു പോകാതെ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തിൽ പുതിയതായി മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാ മേഖലകളിലും അനുതാപത്തിൻ്റെ ഒരു കാത്തിരിപ്പ് ദൈവം നടത്തുകയാണ്. അപ്പോൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വചനത്തെ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ്. എത്രയോ പേരാണ് വചനത്തെ അനുസരിക്കാത്തത്, ഉടമ്പടിയെ അനുസരിക്കാത്തത്.
എല്ലാവരും വിചാരിച്ചിരിക്കണം ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 മണിക്ക് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എല്ലാം ആയെന്നാണ്. ഉടമ്പടി അതിൻ്റെ ഒരു 30% ആകുന്നുള്ളൂ. ബാക്കിയുള്ളത് എല്ലാം എന്താണ്? ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്ന് പറയുന്ന അനുസരണമുണ്ട്. ആ കർത്താവിൻ്റെ വചനത്തോട് അനുസരണം എന്താണ്? അപ്പോൾ നീതിമാൻ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെ രോഗിയെ കണ്ടത്, കാരാഗ്രഹവാസിയെ കണ്ടിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആരെല്ലാം ശുശ്രൂഷിച്ചു? അതെല്ലാം ഞാനായിരുന്നതാണ്. അതായത് കർത്താവിനെ മറ്റു വ്യക്തികൾ കാണാൻ വേണ്ടി ഞാൻ തയ്യാറായിക്കൊള്ളാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ഉടമ്പടിക്കുക പറയുന്നത് എന്താണ്? മറ്റു വ്യക്തികൾ സഹായം ആവശ്യമുള്ളവർ ഞാൻ കർത്താവിനെ കണ്ടോളാം. അവരെ മനുഷ്യരെ ഞാൻ കാണുന്നില്ല, അവിടെ ജാതി നോക്കണില്ല, അവിടെ ആവശ്യം നോക്കിക്കൊണ്ട് ഞാൻ അവരെ സഹായിച്ചോളാം, അത് ക്രിസ്തുവായി കണ്ടോളാം. ഈ പപ്പടക്കാരത്തിൻ്റെ കാര്യമൊക്കെ അറിയാവോ? പപ്പടക്കാരത്തി ആദ്യ കാലങ്ങളിൽ ഈ പ്രത്യക്ഷീകരണമൊക്കെ തന്നെ പ്രാർത്ഥന നടന്നതേ. കാര്യം അവളെ സംബന്ധിച്ചുള്ളൊരു പപ്പടം ഉണ്ടാക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് ജീവിക്കേണ്ടത്. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ കിഡ്നി പോയില്ലേ, അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ഹൃദയം ഇപ്പോൾ ബ്ലോക്കായില്ലേ, ഇപ്പോഴ് അത് ഓപ്പറേഷൻ വേണമെന്ന് പറയണില്ലേ. അപ്പോൾ അവളെങ്ങനെ അവൾക്ക് സമയമുണ്ട്? രോഗികളെ പോയി കാണാൻ, വീട്ടിൽ തന്നെ രോഗിയുണ്ടല്ലോ, രോഗികളെ പോയി കാണാൻ പറ്റുമോ? അതുപോലെ തന്നെ ആർക്കെന്ത് ഭക്ഷണം കൊടുക്കാനാണ്? അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ, അവർ തന്നെ ജീവിതത്തിൽ പപ്പടം എടുത്തിട്ട് ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുകയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും അവളെ നിർത്തിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലി. പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചൊല്ലിയിരിക്കുമ്പോൾ ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്, ഷീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. കാര്യം ഉടമ്പടിയിൽ അനുസരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് അത് സാധ്യതയുണ്ട്, സാധ്യതയില്ല എന്നല്ല പ്രശ്നം. സാധ്യതയില്ലാത്ത ഒരു സാധനം ഉടമ്പടിയില്ല. എല്ലാ കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരും മറ്റുള്ളവരുടെയൊക്കെ അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്ത് എന്തുകൊണ്ടാണ് ആൾക്കാർ വേളാങ്കണ്ണി പോകുന്നത്? സാധ്യതയില്ലാച്ചിട്ടാണ്. സാധ്യതയുണ്ട്. ചില ആൾക്കാരൊക്കെ ഞാൻ ചെറിയ ഇടവക ചെല്ലുമ്പോൾ മുട്ടയടിച്ചിരിക്കണം കാണാം. അപ്പോൾ അവർ പണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ള പാർട്ടിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ പൊന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടമാണ്, കരച്ചില്ലാം വിഷമമാണെന്നൊക്കെ പറഞ്ഞുള്ള ആൾക്കാരാണ്. അവർ തന്നെ അതേ സമയം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എവിടുന്നാണ് രക്ഷ എന്നറിയാൻ പാടില്ലാതെ അവരിങ്ങനെ പരക്കാൻ പാടില്ല. ദേ ആർ നോട്ട് ഇൻ കവനൻറ്റ്. കാരണം ഉടമ്പടിയേക്കാൾ വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. ഇത് ലാസ്റ്റ് ഓപ്ഷൻ പ്രെയറാണ്. ലാസ്റ്റ് ഓപ്ഷൻ പ്രെയർ എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷനാണ്. അതേസമയം തന്നെ ദൈവവചനത്തിൻ്റെ സാര സംഗ്രഹം കാച്ചി കുറുക്കി സത്തപിഴിഞ്ഞ് കടഞ്ഞെടുത്തിരിക്കണതാണ് ഈ ഉടമ്പടിയിൽ. അത് വിശുദ്ധതയോടെ സത്യസന്ധമായിട്ട് വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടയാളം കാണാൻ തുടങ്ങും. ഈ അടയാളം കാണാതെ ഈ അപേക്ഷക്കത്ത് കൊണ്ടുവന്ന് കെട്ടിത്താത്തിട്ടും പോയിട്ടുള്ള ആൾക്കാരാണ് അഭ്യാസം കാണിച്ച് മുട്ട അടിച്ച് നടക്കുന്നത്. പക്ഷേ ഞാനത് തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം മുട്ട അടിച്ചുകൊണ്ട് തീരുന്നതല്ല ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ വിഷയം. ദൈവം ദീർഘക്ഷമയുടെ വിഷയം എന്ന് പറയുന്നത് നിൻ്റെ മുടി മുറിച്ച കൊണ്ട് മുട്ട അടിച്ചുകൊണ്ട് തീരത്തില്ല. പിന്നെ എന്താ തീരണത്? നീ അനുസരിക്കണമെന്നാണ് പറയണത്. എന്തനുസരിക്കണം? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം നിനക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ക്ലിനിക് എന്നാ പ്രസംഗിച്ചിരിക്കുന്നത്? അതായത് ആ സാക്ഷ്യം കേട്ട ആൾക്കാരുടെ സമയത്ത് ഇപ്പോഴും ശത്രുക്കൾ നിലനിൽക്കുന്നു, 10 വർഷമായിട്ട് സംസാരിക്കാത്ത ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ കവനൻ്റിലല്ല, നിങ്ങളെ ദീർഘക്ഷമയോടെ ദൈവം കാത്തിരിക്കുന്നതിൻ്റെ അർത്ഥം. അതിനനുസരിച്ച് വചനത്തെ അനുസരിക്കുന്നതിലൂടെ എന്താണ് ഇനിയും അനുസരിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കണം. ഏത് വിഷയമാണ് ഞാൻ അനുസരിക്കാത്തത്? എനിക്കിപ്പോഴും രഹസ്യപാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും അതുപോലെ തന്നെ മോഹപാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും കുമ്പസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ? നിങ്ങൾ 2 ആഴ്ച കുമ്പസാരിക്കണോ 2 മാസം കുമ്പസാരിക്കണോ എന്നല്ല പ്രശ്നം. ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ദൈവിക ലക്ഷ്യം എന്ന് പറയുന്നത് കുമ്പസാരിക്കേണ്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുമ്പസാരിക്കേണ്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. അതിന് ആന്തരികമായ അഭിഷേകം മേടിച്ചാൽ മതി. ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആന്തരികമായ അഭിഷേകം കിട്ടിക്കൊണ്ട് പാപ സാഹചര്യം ദൈവം മാറ്റുകയും പാപം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് നിൽക്കുന്ന കഴിയുമ്പോൾ ഈ ഉടമ്പടി പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം ഷോർട്ട് ചെയ്യണം കാണാം. പടപടാ നിങ്ങൾ ഷോർട്ട് ചെയ്യും. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പാപത്തെ തന്നെ, പാപത്തിൻ്റെ സാഹചര്യത്തെയാണ്. പാപം മൂലം നമുക്കുണ്ടാകുന്ന കൊച്ചു സന്തോഷങ്ങളും ഭൗതികമായ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനേക്കാളുപരി നിൻ്റെ ജീവനേക്കാളുപരി ദൈവത്തെ സ്നേഹിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ പോളിസിയായ കാലവിളംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. നിൻ്റെ ഉടമ്പടിയുടെ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടാകും. അത് നീ വിചാരിക്കണമെന്ന് മാത്രമല്ല, നീ വിചാരിക്കാത്ത കാര്യങ്ങളെ കൂടി കർത്താവിന് തിരിച്ചതിന് നിനക്ക് നന്മയാണെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുഗ്രഹിക്കൂ, സർവ്വം സമർപ്പിക്കൂ, സകലരും അനുദാവിയെ ചേർത്തടയ്ക്കാം, അനുഗമിക്കാം, ഒരു ആത്മാവിനാൽ നിറച്ചിടുവാൻ
അപ്പോൾ ഈ ഉടമ്പടി എടുത്ത് പപ്പടച്ചെടുത്തി അവർ ഈ ഭർത്താവിൻ്റെ അവർക്ക് ആന്തരികമായ ബോധ്യം കിട്ടി, കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടും. ഇതാണ് ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യും, അത് മുളയെടുക്കണം നീ അറിയണില്ല എന്ന് പറഞ്ഞില്ല ഐസയ 43:18. അപ്പോൾ അവർക്കറിയാം കർത്താവ് ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു മുന്നറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? ഓരോ ദിവസം ചെല്ലുമ്പോൾ മനുഷ്യൻ നെഞ്ചുവേദന കൂടുന്നു. അതേസമയം തന്നെ ഡോക്ടറെ അടുത്ത് അവിടെ ചെല്ലുമ്പോൾ മുമ്പത്തെ പോലെ ക്രിയാറ്റിന് മാറ്റമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല, ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല, പ്രഷർ കൂടുതലാണ്, ഈ പ്രഷർ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല. അപ്പോഴും ഈ ഡോക്ടർ എപ്പോഴും ഇങ്ങനെ ഓപ്പറേഷൻ എന്ന് പറയുകയും അതേസമയം തന്നെ ഈ ആദ്യത്തെ കിഡ്നി മാറ്റിയാൽ 3 ലക്ഷം രൂപ കടവിരിക്കുകയും മറ്റുള്ള കാര്യത്തിൽ എന്തുമാത്രം കട എവിടെ നിന്ന് മേടിക്കുമെന്ന് അറിയാൻ പാടില്ലാതിരിക്കുകയും ഇവർ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണവരെ. കടന്നു പോകുമ്പോഴൊക്കെ അവർക്ക് മനസ്സിൽ തോന്നിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാക്കോബ് 1:3 എടുത്തേ. അതായത് അവർക്കത് ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷീസ് നോട്ട് ഫീലിംഗ് സോ. അങ്ങനെ അവർക്ക് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. നമ്മളെ കേട്ടിട്ട് നമുക്ക് ഹാപ്പിയല്ല, ഇത് കേട്ടിട്ട് നമ്മളെ ഹാപ്പിയല്ല, പക്ഷെ അവർ ഹാപ്പിയാണ്. അതെന്താ കാര്യം? അതിന് കാരണമുണ്ട്. യാക്കോബ് 1:3 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1:3 എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പറഞ്ഞ യാക്കോബ് 1:3 എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അതാണ് ഫിഡലിറ്റി, വിശ്വസ്തതയ്ക്ക് സ്ഥിരവിശ്വാസം എന്ന പേരാണുള്ളത്. എന്താണ് ഫിഡലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിബ്ലിക്കലി സ്പീക്കിംഗ് അതൊരു സ്ഥിരവിശ്വാസമാണ്. വിശ്വാസത്തിന് കേവല വിശ്വാസത്തിന് കുഴപ്പമുണ്ട്, ഗ്യാപ്പുണ്ടാവും. ഇന്ന് വിശ്വസിച്ച് നമ്മൾ നാളെ ECG എടുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ബ്ലോക്ക് കാണുമ്പോൾ വിശ്വാസം ഉരുകിപ്പോവും. സാധാരണ വിശ്വാസത്തിന് കുഴപ്പം അതാണ്. മനസ്സിലായില്ലേ? സാധാരണ ആൾക്കാർക്കുള്ള വിശ്വാസം, കോമൺ പീപ്പിളിനുള്ള കോമൺ ഫെയ്ത്ത്, ഞാൻ അതിനെ കോമൺ ഫെയ്ത്ത് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഉള്ളത് കോമൺ ഫെയ്ത്താണ്, നോട്ട് പെർട്ടിക്കുലർ ഫെയ്ത്ത്. പെർട്ടിക്കുലർ ഫെയ്ത്ത് എന്ന് പറയുന്നത് പെർമനൻറ്റ് ഫെയ്ത്താണ്, സ്ഥിരവിശ്വാസമാണ്. സ്ഥിരവിശ്വാസം ഡോക്ടറല്ല. ഇനിയിപ്പോൾ ഈ മനുഷ്യൻ പടത്തിൽ താഴെ വീണാലും ഇപ്പോൾ പ്രകാരത്തിൽ കൈ ചൂട്ടി നിൽക്കും. എന്താണ്? കർത്താവ് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അവസാനമല്ലെന്ന്. കാര്യം ദൈവത്തെ പഠിപ്പിക്കപ്പെടുന്നു. അവരെല്ലാം 6:45 എടുത്ത് ശ്രുതിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. എന്താണ്? ഒരു വ്യക്തി, അതായത് അവർ തിയോളജി പഠിച്ച് ഈ പെപ്പടക്കാലത്ത് ചേർത്ത് ഞങ്ങളെപ്പോലെ തിയോളജി പഠിച്ചിട്ടില്ല, ബൈബിളും ക്ലാസ്സിലും പോയിട്ടില്ല. പക്ഷേ ഭജനം എന്താ പറയണത്? ബൈബിൾ ക്ലാസ്സിൽ പോയ എല്ലാവരും, ദൈവശാസ്ത്രം പഠിച്ച എല്ലാവരും എന്നല്ല, അവരെല്ലാവരും കോമൺ പീപ്പിളാണ്. എല്ലാവരും ആരെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നോ അവരെല്ലാവരും കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രിയാറ്റിൻ കുറയുന്നില്ല, പ്രഷർ കുറയുന്നില്ല, പക്ഷേ ഓപ്പറേഷൻ നീക്കി കൊണ്ടുപോകുന്നു. അപ്പം ഡോക്ടർ ഓപ്പറേഷനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ ഓപ്പറേഷൻ തന്നെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇവരത് സ്ഥിരീകരിക്കണില്ല. ഇവരെന്താണ്? ഐസയ 43:18 അനുസരിച്ചുകൊണ്ട് ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യും, അത് മുളയെടുക്കണം അവർ അറിയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വചനത്തിൻ്റെ ആന്തരിക അനുഭവത്തിൽ ജീവിക്കാൻ. അതുകൊണ്ട് അവർ ഓപ്പറേഷന് വേണ്ടി പൈസക്ക് ഒന്നും പോകുക, അലട്ടൽ സ്വയമായിട്ട് അലട്ടുക ഒന്നുമില്ല. അവർ സ്ഥിരപ്രജ്ഞനെപ്പോലെ ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ, ഒരു കൂളായിട്ട് പോവുകയാണ്. അതിന് പ്രാർത്ഥന, കൃത്യനിഷ്ഠമായ പ്രാർത്ഥന. ഇതിനിടയ്ക്ക് വേറെ പരിപാടി. അവർക്ക് നല്ലൊരു കാര്യം മനസ്സിലായി. അവർക്ക് എന്താ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനമാണ്, പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രം കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഈ രോഗികളെ കാണുന്നതിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം റെക്ടിഫൈ ചെയ്യും പാവം. നോക്കിയാൽ ഒന്ന് ചിന്തിക്കുക, അവിടെ ലിമിറ്റഡ് റിസോഴ്സാണ്.
അവരുടെ വരുമാനം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അവർ രോഗികളെ പോയി കാണാൻ തുടങ്ങും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കും, അവിടെ ഉള്ളതിൽ നിന്ന് പൈസ കൊടുക്കാൻ തുടങ്ങും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, മറ്റു രോഗികൾക്ക് ആശുപത്രി പോയി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. പിന്നെ അല്ല, ഇവർ വേറെ പരിപാടിയൊക്കെ ചെയ്യും. ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ഇറങ്ങും. അല്ലെങ്കിൽ രോഗികളുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കും. വയറിടക്കത്ത് തൊട്ട് അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് പേര് വെട്ടിയിട്ട് ആശുപത്രിയിൽ നിന്ന് അതായത് ഇനി ചികിത്സ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള രോഗിനെ കാണും. കിടക്കയോട് കൂടിയാണ് ആശുപത്രി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ ആ വഴി കൂടി പോകുമ്പോൾ ഈ ചേട്ടനെ കാണും. ചേട്ടനെ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ചേട്ടനാണ്. ചേട്ടനെ മരിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് പോയി ഈ ചേട്ടൻ അവരുടെ വീട്ടിലെ അനുവാദത്തോടു കൂടി ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ആ ചേട്ടൻ്റെ വയറിലും മുതുകത്തിലും പുരട്ടി കൊടുക്കും. പിറ്റേ ദിവസം വഴി അതെല്ലാം അവർ നടന്നു പോകുമ്പോൾ ഈ ചേട്ടൻ വന്ന് കട്ടിൽ അവിടെ മുറ്റത്ത് വന്ന് കസേര ഇരിക്കണം കാണാം. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ നോക്കിയാൽ ഒരു കർത്താവിൻ്റെ ശക്തി വ്യക്തി പ്രവർത്തിക്കണം കണ്ടില്ലേ? ഈ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ധർമ്മസാക്ഷിയാണ് ഇവർ. അതായത് ഇവരുടെ വീട്ടിൽ ആവശ്യത്തിന് കൂടുതൽ പ്രശ്നമുണ്ട്. എന്നിട്ട് അവർ ആ ഉടമ്പടിയുടെ ഇവാഞ്ചലൈസേഷൻ, അതായത് കർത്താവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ള ആ ജോലി അവർ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയും. അതെന്താ കാര്യം? ഒരു പുതിയ കാര്യം മുന്നെടുക്കാൻ പോകുന്നത് അവർ തിരിച്ചറിയുന്നുള്ളിൽ. അപ്പോൾ ദൈവാത്മാവിനെ പ്രേരിതരായിട്ട് നമുക്കറിയാം. 8:14 എടുത്ത് റോമ 8:14 ശ്രദ്ധിക്കണം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, പറഞ്ഞ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇവരൊരു ദൈവ പൈതലായി മാറിയിരിക്കുകയാണ്. എന്താ കാര്യം? ഇവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുത്തോണ്ടിരിക്കുകയാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ അന്തസത്ത അതാണ്. എന്താണ്? മനുഷ്യാത്മാവിനല്ല, ദൈവാത്മാവിനാൽ നയിക്കപ്പെടും. അതുകൊണ്ട് ഈ പപ്പടം വെച്ച് കിട്ടുന്ന കാശിൻ്റെ ബാക്കി എടുത്തിട്ട് മിച്ചം വെച്ചിട്ട് മറ്റു രോഗികളെ പോയി കാണുകയും അതുപോലെ തന്നെ രോഗം പിടിച്ച് കിടക്കുന്ന ആൾക്കാരെ ഉടമ്പടി തൈലം കൊണ്ട് തേച്ച് കർത്താവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മയുടെ കരുതലിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചൊക്കെ അവരോട് സംസാരിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ്. ഇവരാരാണെന്നാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ റോമ 8:14 അവർ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ്. ആരാണ് ക്രിസ്ത്യാനി, ആരാണ് അക്രൈസ്തവർ എന്ന് പറയാൻ പറ്റത്തില്ല. whomsoever who is led by Holy Spirit is a Christian. ആരാണ്? is a son or daughter of God. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നത് അവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളും മോക്ഷരാജ്യത്തെ അവകാശമാക്കി തീർക്കുന്ന കൂദാശയാണ്. പക്ഷേ ഈ കൂദാശയുടെ പുറത്ത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അതേസമയം തന്നെ സമാന്തര കൂദാശ നടക്കുന്നുണ്ട്. എന്താ കാര്യം? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുകയും ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി നീ നിൻ്റെ വിശ്വാസത്താൽ സഞ്ചരിക്കുമ്പോൾ ദൈവ പൈതലേ, നീ ദൈവ പൈതലാണെന്ന് വചനം പറയുക മാത്രമല്ല, നീ വിശ്വാസത്താൽ സ്നാനം സ്വീകരിച്ച നിത്യരക്ഷയ്ക്ക് അവകാശമായ ദൈവത്തിൻ്റെ പൈതലാണ്. കൈയടിച്ച് നിൽക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷത്തോടെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗ്ഗം തുറന്നു നീ പരന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. സ്വർഗ്ഗം തുറന്നു നീ സ്വർഗ്ഗം തുറന്നു നീ പരന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ.
ആത്മാവേ ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ പിന്നീട് എലിസബത്ത് ബെന്നിയെ കൊണ്ട് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലാം. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ അനസ്തേഷ്യസിനെ കാണാൻ പറയും, കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഒന്ന് ചിന്തിക്കേ, കൗൺസിലിംഗ് എന്തിനാണ് പറയണത്? ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷൻ മുമ്പ് അനസ്തേഷ്യസ്റ്റ് ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ കൗൺസിലിംഗ് കൊടുത്തത് എന്താണെന്നറിയാമോ? കൗൺസിലിംഗ് കൊടുത്തത് ഈ മനുഷ്യനെ ഇത് ഓപ്പറേഷനെ അഭിമുഖീകരിക്കാൻ വേണ്ടി എക്വിപ്ഡ് ആക്കണമല്ലോ, മെൻ്റലി അവരെ ഫിറ്റാക്കണ്ടേ. അതിന് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും. എന്താണ്? ഓപ്പറേഷൻ മുമ്പ് നിങ്ങളുടെ താടി വടിക്കും. മനസ്സിലായാ? ആ കഥ പണ പൊക്കുണ്ടില്ലേ? അല്പം പോലും ഓപ്പറേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് ഇത് മാറണില്ല. ഈ ഇവർ കൊണ്ടുപോയി പ്രേക്ഷിത ചെയ്തു, രോഗികളെ കണ്ടു, അതുപോലെ പത്രം കൊണ്ട് കൊടുത്തു, ഉടമ്പടി തരം തേച്ച് രോഗികളെ സുഖപ്പെടുത്തി. അവരിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാണെങ്കിലും ഓപ്പറേഷൻ മാറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ പഴയ അവസ്ഥ തന്നെ. പഴയ അവസ്ഥ എന്താ പറയണത്? കൗൺസിലിനെ പോയി കാണാൻ പറഞ്ഞു, അനസ്തേഷ്യസിനെ പോയി കാണാം, ബോധം കെടുത്തുന്ന ഡോക്ടറെ പോയി കാണണം, പിന്നെ കൗൺസിലിനെ പോയി കാണണം. കണ്ടപ്പോൾ എന്താ പറയണത്? ഓപ്പറേഷൻ ഉണ്ട്, പക്ഷേ അത് കൗൺസിലിംഗ് വേണം. എന്താണ്? അപ്പോൾ ഡോക്ടർ കൗൺസിൽ ചെയ്തിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ താടി പഠിക്കും ഓപ്പറേഷൻ മുമ്പ്. പിന്നെ എന്താ പറയണത്? വെൻറ്റിലേറ്റർ ചിലപ്പോൾ ഓഫ് ചെയ്തെന്ന് വരുമെന്ന്. മാതാവേ, ഇപ്പം തന്നെ അറ്റാക്ക് വരും കേൾക്കുമ്പോൾ. അപ്പോൾ ഇവൾ അവിടെ നിന്നും പറയും, എൻ്റെ അമ്മേ, ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിനെ നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കുമോ? അനുവദിക്കത്തില്ലല്ലേ? അവൾ തന്നെ തീരുമാനിക്കും. ഒരു പ്രാർത്ഥന പണ പോക്കേണ്ടില്ലേ? ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിനെ നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കരുത്, നീ അനുവദിക്കരുതില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അത്ഭുതമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും ഡോക്ടറുടെയൊന്നും അനത്യാവശ്യം കേട്ടിട്ട് ഇവർ വിടുന്നില്ല. അവരാ പഴയ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താണ്? എൻ്റെ ഭർത്താവിന് നെഞ്ചു പൊട്ടിപ്പൊളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്ത് ഈ ഡോക്ടറിനിടയ്ക്ക് എത്ര ഈ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോഴും ഇവർ പറയും, ഡോക്ടറെ അതുണ്ടാവത്തില്ല, ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത്, ഇത് കണ്ട നീ നോക്കിയേ, 4 ബ്ലോക്കാണുള്ളത്, മേജർ ബ്ലോക്കാണുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകത്തില്ല, ബുദ്ധിമുട്ടില്ല സംസാരിക്കേണ്ടത്. ഉടനെ അവർ പറയും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. പച്ചക്ക് വരെ മുഖത്ത് നോക്കി ഡോക്ടറുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. നിങ്ങൾ നോക്കിയേ അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് പറയണം 1:4 എടുത്തേ. യാക്കോബ് 1:4. ശ്രുതികട ഹല്ലേലൂയ. യാക്കോബ് 1:4. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. അപ്പോൾ ഈ സ്ഥിരത എന്ന് പറയുന്നത് ഏതാണെന്നറിയാവോ? ഇത് നമ്മൾ 2 പത്രോസിന്റെ 3:8 വായിക്കേണ്ടതാണ്. വായിച്ചേ. ശ്രുതിക 2 പത്രോസ് 3:8. ശ്രുതികട ഹല്ലേലൂയ. 2 പത്രോസ് 3:8. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോമനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്,
കർത്താവിൻ്റെ സമയം സംപ്രവചനകമായി വരും, കർത്താവിൻ്റെ സമയം സംപ്രവചനകമായി വരും, നീ ടേക്ക് വേർഡ് ഓഫ് ഗോഡ് എടുക്കാൻ പറഞ്ഞ് അവർ പുറത്ത് പോയി 9 എടുത്തുകൊണ്ട് വന്നിട്ട് കർത്താവിൻ്റെ സംഭവമായ ജനവും വരുമെന്നുള്ള ആ വചനം കിട്ടണില്ല. ഇപ്പോഴും ഞാൻ താഴേക്ക് വായിക്കുമെന്ന് പറയുമ്പോൾ എന്നോട് പരിശുദ്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴെ ഉണ്ടെന്ന്. അതിൻ്റെ വചനം എന്താണ്? കർത്താവിൻ്റെ ദിനം വരണത് സംപ്രവചനകമായിട്ട്. ടേക്ക് ദ വേർഡ്, റീഡ് ഇറ്റ് അഗൈൻ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. നമ്മുടെ പ്രതീക്ഷകളെ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രതീക്ഷകളെ അപ്രത്യക്ഷമാകും. നമുക്കൊരു പ്രതീക്ഷയില്ലാതെ പോലും ഈ ഒരു പ്രതീക്ഷയുമില്ലാതെ വരികയും നമ്മളിപ്പോൾ നോക്കിയേ, വീണ്ടും ഡോക്ടർ താടി പഠിക്കാനൊക്കെ അല്ലേ പറയണത്, വെന്റിലേറ്റർ ഓഫാകുന്നൊക്കെയല്ലേ പറയണത്. ഇതാണ് കർത്താവിൻ്റെ ദിനത്തിൻ്റെ അടയാളങ്ങൾ. കർത്താവിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ നിത്യതയാണെന്നും അല്ലെങ്കിൽ ലോകാവസാനമാണെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനെയുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ പരൂസ്യയുണ്ട്. എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ശാപമാണെന്നല്ല നിങ്ങൾ പറയേണ്ടത്. എന്താണ്? കർത്താവ് വരാൻ കാലമായി, കർത്താവിൻ്റെ ദിനം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. രാജാധിരാജൻ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പദാർത്ഥങ്ങൾ വെന്തിരുകുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അറ്റുപോകുമ്പോൾ ആകാശം കാണുന്നില്ലെന്നാണ് പറയണത്. ആകാശം കാണാത്തൊരവസ്ഥ നോക്കിയേ. അതായത് എല്ലാ പ്രതീക്ഷകളും പോകുന്നു, പ്രതീക്ഷകളും നക്ഷത്രങ്ങളെയും കാണുന്നില്ല, നക്ഷത്രം ഉൾക്കൊള്ളുന്ന ആകാശവും കാണുന്നില്ല, എല്ലാം തീരുകയാണ്. അപ്പോൾ എന്താണ്? കർത്താവിൻ്റെ ടൈം വരികയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണമെന്നാണ് പറയണത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണം. അതാണ് യാക്കോബിന്റെ 1:5 എടുത്തേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യാക്കോബ് 1:5. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. നിങ്ങൾ ഈ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ വചനം ഏതാണ്? യാക്കോബ് 1:5. ഈ ജ്ഞാനം എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്? ആ യാക്കോബ് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. യാക്കോബ് 1:4 വായിച്ചേ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. എല്ലാ കുറവുള്ള സ്ത്രീയാണിത്. ഇതുവരെക്കും ഓപ്പറേഷൻ മാറ്റിയിട്ടില്ല, കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഇപ്പോഴും വിശ്വസിക്കണത് എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താ കാര്യം? ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യുമെന്ന് ഇവർക്ക് ജ്ഞാനവരമുണ്ട്. ഇവർക്ക് ജ്ഞാനവരം കിട്ടിയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയാം, ഉടമ്പടി എന്ന് പറയുന്നത് എന്തെല്ലാം വരങ്ങളാണ് മനുഷ്യന് കൊടുക്കണത്. ജ്ഞാനവരം കൊടുക്കും, വിശ്വാസവരം കൊടുക്കും, ഭാഷാവരം കൊടുക്കും, രോഗശാന്തി വരം കൊടുക്കും, എന്തെല്ലാം വരമാണ് സ്ത്രീക്കുള്ളത്. പക്ഷേ ഇവൾ നോക്കുമ്പോൾ പപ്പടം കച്ചവടമാണ് പരിപാടി ജീവിക്കാൻ വേണ്ടി. പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ ഇവൾ സമൃദ്ധമായ ഒരു ചക്രവർത്തിയായിട്ട് അങ്ങനെ വിരസുകയാണ്. നോക്കിയേ, നമ്മൾ എല്ലാം തീർന്നു എന്ന് പറയുമ്പോഴാണ് വചനം എല്ലാം നിറഞ്ഞു എന്ന് പറയണത്. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് പറയണം? ജ്ഞാനവരം വേണം. ഇവൾക്ക് പതർച്ചയില്ല. അപ്പോഴും ഇവൾ പറയണത് ഇല്ല കർത്താവ് ഇതിന് തീരുമാനം ഉണ്ടാക്കും, എനിക്കറിയാം. അപ്പോഴേ നമുക്കറിയാം. ഇതിന് താഴെ ഒരു വചനം കിടക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഈ പൂർണ്ണത എന്ന് പറയണത് ജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നോ, ഒരു വ്യക്തി ഇപ്പോൾ ഈ മനുഷ്യന് ഹൃദയത്തിന് ഓപ്പറേഷൻ 4 ബ്ലോക്ക്, മേജർ ബ്ലോക്ക്, അതാണ് പ്രവൃത്തി എന്ന് പറയണത്. പക്ഷെ പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തിനാണ് ഈ 4 ബ്ലോക്ക് വെക്കണത്? കിഡ്നി പോയ ആളിന് എന്തിനാണ് 4 ബ്ലോക്ക് വെക്കണത്? അപ്പോൾ നമുക്ക് നോൺസെൻസായിട്ട് തോന്നും. അതല്ല, ഈ കിഡ്നി പോയ ആളിന് 4 ബ്ലോക്ക് വെച്ചാലും ഇവളെ കൃപയിലും അവനെ കൃപയിൽ വളർത്താൻ ദൈവത്തിന് കഴിയും. മനസ്സിലായ? അതിനുള്ള വിശ്വാസം ഇൻവെസ്റ്റ് അവിടെ ചെയ്യണം. അതിനുള്ള പ്രാപ്തി, ഇവൾ ആരോഗ്യവതിയാണ്, ആ വിശ്വാസം കൊടുക്കാനുള്ള കഴിവ് ഉണ്ട്. അതുകൊണ്ടാണ് അവൾ വിട്ടുകൊടുക്കുക. ഡോക്ടറിൻ്റെ വാക്കിന് അമ്പിനും ബില്ലും അടുക്കാതെ ഒറ്റ നിൽപ്പ് നിൽക്കുന്നത്. എന്താണ്?
അത് വിശ്വാസത്തിൻ്റെ സ്ഥിരതയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സങ്കീർത്തനം 103:7 എന്താ പറയണത്? കർത്താവ് ഇസ്രായേലിന് തൻ്റെ പ്രവർത്തികളും പറഞ്ഞേ, കർത്താവ് ഇസ്രായേലിന് തന്റെ പ്രവൃത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും കാണിച്ചു. മോശയ്ക്ക് തന്റെ വഴികളും കാണിച്ചു. അപ്പം കർത്താവ് 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് മനുഷ്യരാശിയോട്. എന്താണ്? ഒന്ന്, ഇസ്രായേലിന്, ഒരു വ്യക്തി ഇസ്രായേലാണെങ്കിൽ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് ദൈവം എന്താണ് പ്രവർത്തിക്കണമെന്ന് പറയും. പക്ഷേ ദൈവം അവരോട് ജനറലായിട്ട് എന്തിനാണ് പ്രവർത്തിക്കണമെന്ന് പറയത്തില്ല. അതിന് പ്രത്യേക അഭിഷേകം വേണം, പ്രത്യേക വിളി വേണം, പ്രത്യേക സാധാരണ കോമൺ ഫെയ്ത്ത് എന്ന് ഫിഡലിറ്റിയിലേക്ക് മാറണം. പെർസെവറിങ് ഫെയ്ത്ത് ഉണ്ടാകണം, സ്ഥിരത ഉണ്ടാകണം. ഇവർക്ക് സ്ഥിരതയുള്ള ആളാണ്. ആ സ്ഥിരതയുള്ള ആളായതുകൊണ്ട് അവർക്ക് എന്താ പറയണത്? അതിനുള്ള വഴികൾ. സങ്കീർത്തനം 103:7 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തന്റെ വഴികൾ, അവിടുന്ന് തന്റെ വഴികള് മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ എന്താണ് ചെയ്യണത്? ഇവിടെ എന്താ സംഭവിക്കുക? എന്താണ് സംഭവം? 4 ബ്ലോക്ക്. അതാണ് സംഭവം. അതാണ് പ്രവൃത്തി എന്ന് പറയണത്. എന്തിനാണ് അത്? അതാണ് ജ്ഞാനമെന്ന് പറയണത്. അതാർക്കാണ് വെളിപ്പെടുത്തണത്? സ്ഥിരതയുള്ളവർക്ക്. ആർക്ക്? കോമൺ ഫെയ്ത്തിനല്ല, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർക്ക്. ഇപ്പോൾ ലാസർ മരിച്ചില്ലേ? ലാസർ മരിച്ചു രോഗിയാണെന്ന് വന്ന് പറയും. ബെത്ബഹേദിൽ വന്ന് പറയും. ബെത്ബഹയിൽ പോയി, ബെത്തനിയിൽ നിന്ന് ഈശോ ബെത്ബഹയിൽ പോയി താമസിക്കുമ്പോൾ ആ സമയത്ത് സ്നേഹിതനായ ലാസർ രോഗിയാകുമ്പോൾ അവിടുത്തെ മാർത്ത 2 പേരെ പറഞ്ഞു വിട്ടിട്ട് പറയും, ഗുരുവിനെ പോയി കാണണം, ലാസർ എൻ്റെ നില ഗുരുതരമാണെന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ, രഹസ്യമായി വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പത്രോസ് ചോദിക്കും, അവരെന്നാ ബെഥനിയയിൽ നിന്ന് വന്നത്? അവിടെ വെച്ചാൽ നമ്മളെ കഴിഞ്ഞ ആഴ്ച കല്ലെറിഞ്ഞത്, ഇപ്പോഴെന്തിനാ അവരെ വിളിക്കാമെന്നാണ്? വീണ്ടും നമ്മൾ കല്ലെറിക്കൊള്ളാൻ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശം, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, എന്തിനാ അവൻ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് പത്രോസ് വല്ലാത്ത രീതിയിൽ കയർക്കുമ്പോൾ ഈശോ പറയും, നമ്മുടെ ലാസർ മരിച്ചു പോയെന്ന് പറയും. രോഗവിവരം പറയാനാണ് വന്നത്. പക്ഷെ അതിലൂടെ അയാൾ മരിക്കണ കർത്താവ് ആത്മാവിൽ കണ്ടെന്ന് പറയും, ലാസർ മരിച്ചുപോയി. എന്നിട്ട് ഈശോ പറഞ്ഞ വാക്കുണ്ട്. എന്താണ്? ഈ രോഗം മരണകാരണമല്ല. എന്താണ്? പറിച്ചെന്താണ്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ്. അതാണ് ജ്ഞാനമെന്ന് പറയണത്. രോഗം വന്നിരിക്കുന്നത് അതെല്ലാം പ്രവൃത്തിയാണ്. പക്ഷേ അതേസമയം തന്നെ എന്തിനാണത് വന്നിരിക്കുന്നത്? അതാണ് വഴിയെന്ന് പറയണത്. അതിന് യാക്കോബ് ജ്ഞാനമെന്നാണ് പറയണത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പരീക്ഷണങ്ങൾ, അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷണങ്ങളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ, ഉടമ്പടി എടുത്തിട്ട് ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മുടിയിൽ പോയല്ലോ, പിന്നെ ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ടും ആ കല്യാണം വന്നത് പോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് അപകടം വന്നല്ലോ, ഇങ്ങനെ എടുത്തിട്ടും സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോഴേ എൻ്റെ ദൈവത്തിൽ നിങ്ങൾ പ്രിലിമിനറി ഫെയ്ത്തിലാണ് ഇപ്പോഴും. നിങ്ങൾ സ്ഥിരതയുള്ള വിശ്വാസത്തിലല്ല. ദൈവം നിങ്ങളെ വിശ്വസിക്കണ വിശ്വാസത്തിലല്ല, ദൈവം നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണ വിശ്വാസത്തിലാണ്, ജ്ഞാനപരത്തിലല്ല. പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ സ്ഥിരതയുള്ളവരാക്കാനാണെന്ന്. അതുകൊണ്ടാണ് 2 പത്രോസിൻ്റെ 1:19 വായിച്ചത്. നിങ്ങളെ പരീക്ഷിക്കണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ സ്ഥിരതയെക്കുറിച്ചാണ് പൂർണ്ണതയെന്ന് നമ്മൾ നേരത്തെ വായിച്ചത്, കർത്താവിൻ്റെ പുസ്തകത്തിൽ യാക്കോബ് 1:3 വായിച്ചത്. ആ പൂർണ്ണത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യാക്കോബ് 1:5 ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം തന്നെയാണ് സങ്കീർത്തനം 107:3 കർത്താവിൻ്റെ വഴികളെന്ന് പറയുന്നത്. എൻ്റെ ദൈവ പൈതലേ, ആധ്യാത്മികമായി യാത്ര 1 by 1 ആയിട്ടൊരു ദൈവത്തിലേക്കുള്ള വളർച്ചയാണ്. ഈ വളർച്ച എന്ന് പറയുന്നത്, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഉടമ്പടി ഒരു ഗ്രോത്ത് റിട്രീറ്റിനേക്കാളും വരദാനങ്ങളുടെ ധ്യാനത്തെക്കാളും അതുപോലെ തന്നെ തപസ് ധ്യാനത്തെക്കാളും ആന്തരിക സൗഖ്യ ധ്യാനത്തെക്കാളും പ്രാർത്ഥനാനുഭവ ധ്യാനത്തെക്കാളും ഉന്നതമായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. പൈതലെ ഭർത്താവിനെ കൊണ്ട് ഓപ്പറേഷൻ ഡേറ്റിലെ ദിവസം ചെല്ലും. ഓപ്പറേഷൻ ഡേറ്റിന് തലേ ദിവസം ചെല്ലും. ഇപ്പം വേറെ മാർഗ്ഗമൊന്നുമില്ല, ഓപ്പറേഷൻ ഫിക്സായിപ്പോയി. അപ്പോൾ ഇവിടെ വിശ്വാസസഞ്ചാരം കാണണം. ഓപ്പറേഷൻ ഡേറ്റ് ചെല്ലുമ്പോഴും ഇവർ പറയും, ഡോക്ടറെ ഒന്ന് നോക്കുക. അപ്പോഴും പറയും, ഞാൻ ഉടമ്പടി എടുത്താണ്, അമ്മ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല, ഒന്ന് നോക്കുക. എന്ത് നോക്കണമെന്നാണ് പറയണത്? നേരത്തെ ആൻജിയോഗ്രാം ചെയ്തിട്ടില്ലേ, അതിൻ്റെ സീഡ് കയ്യിലുണ്ട്, അതും വെച്ചുകൊണ്ട് ഇവർ ചോദിക്കുക, ഒന്ന് നോക്കുക. ഇതെന്തൊരു ജ്ഞാനമാണെന്ന് നോക്കിയേ.
അപ്പോൾ ഡോക്ടറിന് ദേഷ്യം വന്നിട്ട് ഈ CD കമ്പ്യൂട്ടറിലിടും. കമ്പ്യൂട്ടറിലിടുമ്പോൾ ഇവരൊരു പ്രാർത്ഥിക്കും, അമ്മേ ചില്ലും പൊളിച്ചിറങ്ങി വന്നെ അമ്മേ, എനിക്ക് ആരുമില്ലമ്മേ. പ്രൈസ് ദി ലോർഡ്. അമ്മയെ ചില്ലും പൊളിച്ച് കൃപാസനത്തിലെ ചില്ലും പൊളിച്ചിറങ്ങി വന്നെ അമ്മേ, എനിക്ക് ആരുമില്ലമ്മേ എന്ന് പറയുമ്പോൾ ഒരു കുലുക്കം കേൾക്കും. ഇവർ നോക്കുമ്പോൾ കൃപാസനം മാതാവ് കമ്പ്യൂട്ടർ എടുത്ത് നിൽക്കും. സഞ്ചരിച്ചെത്തി ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ നൊമ്പരങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർ ഈ കമ്പ്യൂട്ടറിൽ CD ടച്ചും ഇതിൻ്റെ ഫിഗർ നോക്കിയിട്ട് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അഞ്ചുഗ്രാമിൻ്റെ ബ്ലോക്കാണ്. ആ ബ്ലോക്ക് ഇപ്പം കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറയും, ഇതിന് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഇതൊരു അജിയോപ്ലാസ്റ്റി കൊണ്ട് ചെറിയ ബ്ലോക്കൊക്കെ ഉള്ളൂ, അത് 2 ഇപ്പോൾ കാണുന്നുള്ളൂ, അത് അജിയോപ്ലാസ്റ്റി കൊണ്ട് ചെയ്യാൻ പറ്റും. കാര്യം ആ മനുഷ്യനെ ആരോഗ്യത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിക്കൊണ്ട് ആ പപ്പടം വിറ്റ് ജീവിക്കുന്ന മനുഷ്യൻ, അവരെല്ലാവരും വിശുദ്ധയാണ്. വചനത്തെ ജീവിതത്തിൽ പരീക്ഷണം അതിജീവിച്ചുകൊണ്ട് ദൈവപൈതരായിട്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിച്ച സുവിശേഷത്തിന് കൈയും കാലും വെച്ച രൂപമാണ്. സ്തുതിക്കട്ടെ. വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കളിമൺപാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസരങ്ങൾ, കളിമൺപാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസരങ്ങൾ, ബലഹീനരായ ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം, ബലഹീനരായ ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം, മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. സന്തോഷത്തിൽ എഴുന്നേൽക്കുക. കർത്താവ് എല്ലാവരെയും തൊടുന്ന സമയമാണ്. അടിപ്പഴ പോലെ വൈദാഖാപ ദൈവികമായ ശക്തി ഉച്ചമ ഉള്ളംകാല് വരെ പസരിക്കുന്ന ഇടിമുഴക്കത്തിന്റെ സൗഖ്യദായക സമയത്തേക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നാദാവരേണമേ എന്നിൽ നിറയണമേ, നാദാവരേണമേ സദൈവനമേ, നാദാവരേണമേ എന്നിൽ നിറയണമേ, നാദാവരേണമേ സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ ശക്തമായി സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിക്കണം, വിശ്വാസപ്രമാണം ചെല്ലാൻ പറ്റുന്നവർ വിശ്വാസപ്രമാണം ചെല്ലണം. എല്ലാം ചെയ്യേണ്ടത് ദൈവസ്നേഹത്തോടെയാണ്. ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരെയും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ കൈയെടുത്തിക്കൊണ്ട് സ്തുതിച്ചും അഭിഷേകത്തോടെയും ഒക്കെ പ്രാർത്ഥിക്കും. വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോഴെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം നമ്മളെ തളിക്കപ്പെടുകയും അടിപ്പറ പോലെ വൈദാഖാപ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ എല്ലാ നടുവേദനകളും അതുപോലെ തന്നെ രോഗകാരണങ്ങളും രോഗത്തിൻ്റെ മൂലകാരണങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും വിട്ടുമാറുകയും നിങ്ങൾക്ക് ആന്തരികമായ സ്ഥിരമുള്ള ഉത്സാഹത്തിൻ്റെ സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണത്. അപ്പോൾ സന്തോഷത്തോടെയാണ് സ്തുതികൾ അസുഖം അർപ്പിച്ചുകൊണ്ട് ഭാഷാപരം അറിയുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്വസ്ഥം ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിന് കുരിശിൻ്റെ അടയാളത്തിന്
ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവേ, നിൻ്റെ കുരിശിൽ നിന്നുള്ള ഒഴുകുന്ന കർത്താവേ രക്തമഴ എല്ലാ മക്കളുടേക്കും പൊടിഞ്ഞു വീഴട്ടെ കർത്താവേ. മസിൽ വേദന ഉള്ളവർ, പിസ്തുല രോഗികൾ, അർശോസ് രോഗികൾ, നെഞ്ചിന് കെട്ടുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, കരൾ രോഗികൾ, മൂത്രാശയ രോഗികൾ, ഗർഭാശയ രോഗികൾ, ഗർഭാശയസ്തുള്ളവർ, മൊത്തത്തിൽ കള്ളുള്ളവർ, കിഡ്നി കല്ലുള്ളവർ, നടുവേദനക്കാർ, നടുവ് തിരിഞ്ഞിരിക്കുന്നവർ, സ്പോണ്ടിലോസിസ് രോഗികൾ, ശിരസ് രോഗികൾ, മുട്ടി കൊഴിയുന്നവർ, കണ്ണ് കാഴ്ച കുറവുള്ളവർ, ചെവി കിറവുള്ളവർ, ചിസ്റ്റുള്ളവർ, തൊണ്ടവേദനക്കാർ, തൈറോയ്ഡ് രോഗികൾ, ത്വക്ക് രോഗികൾ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവെ ഒഴുക്കണമേ കർത്താവേ. ഈശോയുടെ വിശുദ്ധമായ രക്തത്താൽ ഒഴുക്കണമേ കർത്താവേ. കർത്താവേ എല്ലാ രോഗങ്ങൾ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ, ഈശോ മക്കളില്ലാത്തവർ, കർത്താവേ ബീജങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടാത്തവർ, അണ്ടം ഉത്പാദിപ്പിക്കപ്പെടാത്തവർ ഒക്കെ സ്പർശിക്കണമേ കർത്താവേ. അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് കൊടുക്കട്ടെ. ഈശോ ഒഴുകട്ടെ കർത്താവേ. എല്ലാ തരത്തിലും കുഞ്ഞുങ്ങളില്ലാത്തവരെ, ഗർഭത്തെ ശുദ്ധിക്കുന്ന രോഗമുള്ളവരെ, ഗർഭിണികൾ കർത്താവേ, ചൂട് കുറവുള്ളവരെ കർത്താവേ, കുഞ്ഞിന് തൂക്കമില്ലാത്തവരെ, ഈശോ ക്ഷയരോഗികൾ, പിസ്തുല രോഗികൾ, കർത്താവേ HIV രോഗികൾ, ക്യാൻസർ രോഗികൾ കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കണമേ. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, മാർഗരോഗങ്ങൾ യേശു ഉന്നതമായ നാമത്തിൽ, തീരാവേദികൾ മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശു നാം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. മഹത്വം മഹത്വം ആരാധന. സ്വർഗം തുറക്കപ്പെടുന്ന വലിയ സമയമാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പ്രത്യക്ഷ ദർശനം അരളിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈ ചതിവികാരണത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. സ്വർഗം താണിറങ്ങി വന്നിരിക്കുന്ന സമയമാണ്. വിശ്വസിക്ക ദൈവവേദലെ, സ്നേഹിക്ക ദൈവവേദലെ, ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യപ്പെട്ട ദൈവവേദലെ. മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വിദ്യുത് സഞ്ചാരികളുള്ളവർ, ജയിലിൽ കിടക്കുന്നവർ, കർത്താവ് കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ, അതിന് തർക്കമുള്ളവർ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, വെളിച്ചമില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, ഇന്റർവ്യൂ കഴിഞ്ഞവർ, ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ, പണം അയച്ചു കൊടുത്തവർ, നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ, വ്യത്യസ്തമായ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശത്ത് പോകാൻ പോകുന്നവർ, തിരിച്ചു വരാൻ പോകുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവ് ജപ്തി നടപടിയുള്ളവർ, നേടുന്ന സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളവർ, യേശോ ജീവിക്കാൻ വീടോ സ്ഥലമോ ഇല്ലാത്തവർ, വിവാഹം നടത്തോ ഒത്തുവരാത്ത സമാധാനമില്ലാത്തവർ, കുടുംബത്തിന്റെ എല്ലാ തകർച്ചകളും തകരാറുകളും യേശു ക്രിസ്തു അനുന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി മുട്ടേദിക്കുക. എന്തുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമേ. അൾത്താരെ കയറി സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സുവിശേഷത്തിൻ്റെ കാന്തിയായി എന്നെ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വളരെ സുന്ദരമായിട്ട് മുട്ടനിക്കുക. സമാപന ആശീർവാദത്തിന് സമയമായി. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും
നമുക്ക് ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.